വെൽക്കം ബാക്ക് ടു അർഷു വ്ലോഗ്സ്. കൊച്ചാൾ ഭയങ്കര ബഹളം, അതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്ന് ജൂലൈ 10 ഞങ്ങളുടെ 9ാമത്തെ വിവാഹ വാർഷികമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോവാണ്. പ്രത്യേകിച്ച് യാതൊരു പരിപാടിയും ഇല്ല. ജസ്റ്റ് ചേട്ടന് ജോലി ഉണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പോൾ എത്തുന്നതേ ഉള്ളൂ. മണി 8:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ ഒന്ന് പുറത്ത് പോയി ചേട്ടനൊരു ഷർട്ട് മേടിച്ചു കൊടുക്കണം. അത് സർപ്രൈസായിട്ടൊന്നും മേടിക്കാൻ പറ്റില്ല, ചേട്ടനുണ്ടെങ്കിലേ പറ്റൂ. പല ഷർട്ടിനും പല സൈസായിരിക്കും ചേട്ടന് വരിക. ചേട്ടനൊന്ന് ട്രയൽ ചെയ്താൽ മാത്രമേ അത് ഫിറ്റിംഗ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ സർപ്രൈസായിട്ട് ഡ്രസ്സ്, ഷൂസ് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും മേടിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ റോളയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഭയങ്കര ചൂടാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വിയർത്ത് കുളിക്കുകയാണ്. ഒരുത്തൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഷോപ്പിൽ പോയി 2 ലോലിപ്പോപ്പ് മേടിച്ചുകൊണ്ടാണ് വന്നത്. ആ ലോലിപ്പോപ്പിൽ ഒരെണ്ണം അങ്ങ് തറയിൽ വീണു. അതും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വെള്ളത്തിന് വേണ്ടിയിട്ട്, കഴുകിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അങ്ങനെ ചേട്ടൻ വന്നു. നമ്മൾ ദൂരോട്ട് ഷോപ്പിലൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെ ഉള്ള KM ട്രേഡിംഗ് എന്ന് പറയുന്ന അവിടെയാണ് കയറുന്നത്. കാരണം ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. കുറേ ഷർട്ടുകൾ എടുത്ത് നോക്കി, സാറിന് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ ഒരേ പാറ്റേണിൽ വരുന്ന കളർ ചേഞ്ച് ഉള്ള കുറച്ച് ഷർട്ടുകൾ കണ്ടു. അങ്ങനെ അതെടുത്ത് നമ്മളൊന്ന് ട്രയൽ ചെയ്യാനായിട്ട് പോവാണ്. ഞാനിവിടെ കട്ട പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. അച്ചുവിട്ടൻ എവിടെയോ പോയിട്ടുണ്ട് ഇരിക്കാനായിട്ട്, കാല് കഴിക്കുന്നെന്ന് കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ട്രയലൊക്കെ ചെയ്തു. സൈസ് ഇച്ചിരി കൂടുതലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി കൂടെ സൈസ് കുറഞ്ഞത് എടുക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങളവിടെ നിന്ന് ഓരോ പ്രവർത്തനങ്ങൾ കാണിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ ആളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓഫീസിലിടാനായിട്ട് 2 ഷർട്ടൊക്കെ മേടിച്ച് ചേട്ടന്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല, കാരണം കഴിഞ്ഞ ആഴ്ച എനിക്ക് മേടിച്ചതേ ഉള്ളൂ. വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി മേടിച്ചതാണ്. അതിലൊന്നാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് വന്നു. KFCയിലേക്കാണ് വന്നത്. ഈ സന്ദർഭത്തിൽ 2 വാക്ക് പറയാമോ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച്? ഇന്നത്തെ ദിവസം ഒരു വളരെ നല്ലൊരു ഇതാണ്. ഇത് ഇതല്ലത്, വേറൊരു ഇതാണ്. ഇതെപ്പോഴും ഇല്ലാത്തൊരു ഇതായതുകൊണ്ട് നമുക്ക് ഇതുണ്ട്. നീണ്ട 9 വർഷക്കാലം അച്ഛോ ഇതിനെയും ഒരു 3 വർഷക്കാലം കൊണ്ട് ഇതിനെയും 5-6 വർഷക്കാലം കൊണ്ട് സഹിക്കുന്നു കൊണ്ടു നടക്കുന്നു. ഇനിയും ഉള്ള കാലം മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കൊണ്ടുനടക്കാൻ അങ്ങനെ ഞങ്ങളുടെ കുട്ടി വിവാഹ വാർഷിക വ്ലോഗ് ഇവിടെ തീരുകയാണ്. നമ്മളൊരു കേക്ക് പോലും കട്ട് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഇവിടാണ്. രണ്ടാമത് ഞങ്ങൾക്ക് ഈ മാസം തന്നെ വലിയൊരു സന്തോഷം വരുന്നുണ്ട്. അതുകൊണ്ട് അന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കേക്കും കൂടെ വേണ്ടല്ലോ. ഒന്നാമത് നല്ല തടി വെച്ച് വരികയാണ്. അപ്പോൾ ഉള്ള കേക്ക് കൂടെ കഴിച്ച് തടി കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.